നമ്മളൊരു പുതിയ ബിസിനസ് ആശയമായിട്ട് വന്നിരിക്കുകയാണ്. ചെലവ് കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന, ആർക്കും തുടങ്ങാൻ പറ്റുന്ന സംഭവമാണ്. ഇതെന്താണ്? ഇതിന്റെ ഓരോ ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ ആ ബിസിനസ് തുടങ്ങാനുള്ള സാഹചര്യം, അതായത് അതിനൊരു ഗ്രൗണ്ട് ഉണ്ടോ, ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടോ എന്നതാണ്. അപ്പൊ ഇപ്പോൾ ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട, കോവിഡ് കാലം കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം സ്റ്റഡി അബ്രോഡ്, അതായത് പുറത്ത് പോയി പഠിക്കാം. അപ്പൊ അതൊരു ആവശ്യകത ആയിരിക്കുന്നു, അതുപോലെ ഒരു ഫാഷനുമാണ്. ഈ പോകുന്ന കുട്ടികൾക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നു, വിദേശത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് നമ്മള് തേങ്ങ ചമ്മന്തിപ്പൊടി, തേങ്ങ പൗഡർ, കോക്കനട്ട് പൗഡർ, അച്ചാറുകള്. അതൊരു നിങ്ങളൊരു അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയാണ് ഈ കുട്ടികളുടെ എണ്ണത്തിലുണ്ടാകുന്നത്. ഇന്ത്യൻ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷന്റെ കണക്ക് പ്രകാരം 2021 22,151, 2022 ആയപ്പോഴേക്കും 31,910 ആയി. അത് 2023 7,65,000 പേര് ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പഠനത്തിനായിട്ട് പോയി. 2024 അത് കണക്കാക്കുന്നത് 1.5 മില്യൺ ആണ്. അതായത് 15 ലക്ഷം പേര് കുട്ടികൾ പഠനത്തിനായി വിദേശത്ത് പോകും. അതായത് ഇതിലെ ഒരു മൃഗീയ കൂടുതലും ഏറ്റവും കൂടുതലും കുട്ടികൾ പോയിരിക്കുന്നത് കേരളത്തിലാണ്. അപ്പൊ ഒരു മാസം തന്നെ ആയിരക്കണക്കിന് കുട്ടികൾ പോയി വന്നു. അപ്പൊ അവർക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ വീട്ടിൽ നിന്ന് വിദേശത്തേക്ക്, വീട്ടിൽ നിന്ന് വിദേശത്തേക്ക്, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ സംരംഭങ്ങൾ വീടുകളിൽ തന്നെ ഉദയം ചെയ്യുന്നുണ്ട്. നമുക്കും അതിന്റെ കൂടെ നിൽക്കാം. അപ്പൊ ഭാവിയിലേക്ക് വളരെ പ്രയോജനമുള്ള, അല്ലെങ്കിൽ വളരെ ഉപയോഗപ്പെടുന്നതാണ്. മലയോര മേഖലയില് ഒരു 3 വീടെടുത്താൽ അതിൽ 2 വീട്ടിൽ നിന്ന് കുട്ടികളുണ്ട് വിദേശത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ അത് കൂടി വരികയാണ്. അപ്പൊ ഒരു വീട്ടിൽ തന്നെ 2 കുട്ടികൾ 3 കുട്ടികളൊക്കെ വിദേശത്ത് പഠിക്കുന്ന ഒരുപാട് പേര്. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെറിയൊരു സംരംഭം ഇപ്പോൾ തന്നെ വീട്ടിൽ തുടങ്ങിയാൽ ഗുണം ചെയ്യും. അപ്പൊ ആദ്യമായിട്ട് അതിൽ നമ്മളൊരു ചെയിനായിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, മുടക്ക് മുതലില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ് കോക്കനട്ട് പൗഡർ. നമ്മളിത് കോക്കനട്ട് പൗഡർ ഉണ്ടാക്കി കഴിഞ്ഞാൽ 1 മാസം വരെ നമ്മൾ പുറത്ത് സൂക്ഷിക്കുന്നുണ്ട്. 6 മാസം അതിന് മുകളിലോ നമ്മള് ഫ്രിഡ്ജില്, ഫ്രീസറിൽ, വിഷയിൽ ഉണ്ടാക്കുന്നു. രണ്ടാമത് നമ്മള് സാധാരണ പാനിൽ ചൂടാക്കിയതുണ്ടാകാം. വിഷു ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. പാനിൽ ഉണ്ടാക്കുന്നുണ്ട്. ചൂടാക്കി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 750 ഗ്രാമിന്റെ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മള് മിഷനിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 700 ഗ്രാമിന്റെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് അത് ചൂടാക്കാതെ നമ്മൾ രണ്ടും നോക്കുന്നുണ്ട്. ഗ്യാസ് ചൂടാക്കി നോക്കാം. ഇത് രണ്ടാമത് കുത്തും, ഏത് എളുപ്പം നോക്കാം. നമ്മളിപ്പോ ചൂടാക്കാത്താണ് കൊത്തിയെടുക്കുന്നത് അല്ലേ? അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയത് ഒന്ന് കുത്തി നോക്കി. അത് നല്ല അടിപൊളിയായിട്ട് കിട്ടി. അപ്പൊ ഇത് നല്ലൊരു ഐഡിയ ആണ്. നമ്മൾ ആദ്യം ഈ കൊത്തി എടുക്കേണ്ട തേങ്ങ കുറച്ചു നേരം സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കുക. രണ്ടാമത്തത് ചിരണ്ടിട്ട് അത് നമ്മൾ പാനിൽ വെച്ച് ചൂടാക്കുന്നു. നൈസായിട്ട് ചേർക്കണം. അത് മാത്രമല്ല ഇതിന്റെ പുറത്തെ കരിന്തൊലി വേണ്ട, വരാൻ പാടില്ല. അരിഞ്ഞെടുത്ത തേങ്ങ ഒന്ന് കഴുകി എടുക്കുവാണ്. ഒന്നൊന്ന് തൂത്തൊന്ന് വെള്ളം വലിച്ചെടുക്കണം. നമ്മള് മിക്സിയിൽ അടിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ചേർത്ത് വെക്കുന്ന തേങ്ങ നമ്മള് ഡീഹൈഡ്രേറ്ററിൽ വെച്ച് ഉണക്കുവാണ്. ഇത് നമ്മൾ ഉണക്കി പൊടിയാണ്. അത് മിക്സിയിൽ പൊടിച്ചിട്ട് നമ്മള് പാനിൽ വെച്ചിട്ട് ചൂടാകും. ഇത് ഇതിലേക്ക് വെറുതെ നിരത്തി വെച്ചിട്ടാ മതി. അതെ, ഇത് നമ്മളൊരു പരീക്ഷണമാണ്. ഇതുവരെ നമ്മളിങ്ങനെ ചെയ്തിട്ടില്ല. അതെ, ഇതിപ്പോ നമ്മളിപ്പോ ഒന്ന് തുടങ്ങി വെക്കുവാണെങ്കിൽ വളരെ നല്ലൊരു രീതിയിൽ നടത്താൻ പറ്റും. കാരണം സ്ലൈസറിൽ വെച്ചിട്ടാക്കിക്കും. അപ്പൊ എളുപ്പമുണ്ട്. ഇതുപോലെ സ്ലൈസർ ഉണ്ടെങ്കിൽ നന്നായിട്ട് റെഡിയാക്കി വെക്കാം. മെഷീൻ ഓൺ ആക്കുവാണ്. 50 ഡിഗ്രി ചൂടിൽ ഒരു 5 മണിക്കൂറത്തേക്കാണ് സെറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പം നോക്കാം. ഇതാ അരിഞ്ഞത് നമ്മൾ ഇച്ചിരി ഒന്ന് തുണിയിട്ട് പൊത്തി വെച്ചു വെള്ളം വരാൻ വേണ്ടിയിട്ട്.
ഈ പരുവത്തിൽ എടുക്കുക ആദ്യം. അതെ അതെ. ഓക്കെ. മിഷനിൽ വെച്ചത് 1 മണിക്കൂർ ആകുന്നതേ ഉള്ളൂ. ഏകദേശം ആയി വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ മിഷനിൽ വെച്ചു. അതെ, നമ്മൾ മിഷൻ ഇല്ലാതെയും ചെയ്യാം. അതിന് ഗ്യാസ് അധികം സമയമൊന്നും വേണ്ട. നല്ല കളറാണ്. ഇത് ജോലിക്കാർക്ക് വീട്ടിലാണെങ്കിൽ നമുക്ക് ആക്കി വെക്കാം. നമുക്ക് വളരെ എളുപ്പമാണ്. പെട്ടെന്ന് ഒരു തേങ്ങയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ജോലിക്കാർക്ക് ആവശ്യം വരില്ല. അതല്ല, നമ്മൾ വിദേശത്തുള്ള കുട്ടികളുടെ വീടുകളിലാണെങ്കിലും നമുക്ക് വേഗം ആക്കിയിട്ട് ഇപ്പൊ അവർക്ക് അത്യാവശ്യം വരുമ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ആക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് പോലും ആയിട്ടില്ല അല്ലേ? റെഡി വന്നിട്ടുണ്ട്. അപ്പൊ എടുത്തു ഓപ്പായി സ്റ്റവ്. ചെറുതായിട്ടൊന്ന് പൊടിച്ചാൽ നല്ല ക്ലിയർ ആവും. കുറച്ചുകൂടെ പൊടിഞ്ഞാലാണ്. അപ്പോൾ 1.25 മണിക്കൂർ ആയിട്ടുള്ളൂ നമ്മളിത് വെച്ചിട്ട്. സംഭവം റെഡി ആയിട്ട് അത് എടുക്കുവാണ്. മെഷീൻ ഓഫ് ആക്കുവാണ്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നല്ല കളറുണ്ട് മെഷീനിലാക്കിയതുകൊണ്ട്. ഇങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നവരുണ്ട്, പൊടിച്ചു കൊണ്ടുപോകുന്നവരുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് മെഷീനിൽ പൊടിച്ചത്. ഇത് നമ്മള് പാനിൽ ചൂടാക്കി. അതിന് ചെറിയൊരു കളറുണ്ട്, കാരണം പാനിൽ ചൂടാക്കുന്നത്. ഇതല്ല വൈറ്റ്, നല്ല വെള്ള കളറാണ്. ഒരു എണ്ണമയം ആകുന്നില്ല. നമുക്ക് വലിയ കറണ്ട് ചാർജ് ഒന്നും വരുന്നില്ല, വളരെ വേഗമായി. ഇനിയിപ്പോ നമുക്ക് നിന്ന് അപ്പൊ നമ്മൾ 750 ഗ്രാം, ഇത് 700 ഗ്രാം. നമുക്കത് തൂക്കി നോക്കാം. നമ്മുടെ മെഷീനിൽ പൊടിച്ചത് അല്ല, ഇത് നല്ല കളറുണ്ട്. 150-160 ഗ്രാം ഉണ്ട്. അതാ, അത് നമ്മള് പാനിൽ ചൂടാക്കിയത്. ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ചെറിയ കളർ മാറ്റമുണ്ട്. പാനിൽ ചൂടാക്കുമ്പോ ചെറിയ പീസുകൾ ചിലപ്പോ കരിഞ്ഞു പോകും. ഓക്കെ. അപ്പൊ അത് നമുക്ക് 250 ഗ്രാം ഉണ്ട്. നമുക്കിത് 1 കിലോയ്ക്ക് ആമസോണിൽ 600 രൂപയാണ് വില വരുന്നത്. ഒരു തേങ്ങയുടെ ആണ് 150 രൂപയുടെ. 150 രൂപയുടെ ഒരു തേങ്ങയുടെ പൊടിയാണ്. 150 രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ട് നമുക്ക്. അപ്പൊ അത് ഇത് നമുക്കൊന്ന് ഒട്ടിക്കാം. നമുക്കിങ്ങനെ എയർ ഒന്നും ഇല്ലാത്ത രീതിയിൽ പാക്ക് ചെയ്ത് വിദേശത്തൊക്കെ കൊണ്ടുപോകുന്നവര് കൂടുതൽ ഇതുപോലുള്ള പാക്കറ്റുകളിലാണ് സാധനം കൊണ്ടുപോകുന്നത്. ഇത് നമുക്ക് ലേബലിങ് ഈ വിദേശത്ത് ഈ രീതിയിലാണെങ്കിൽ ലേബലിങ് കാര്യങ്ങളൊന്നും വേണ്ടി വരികയില്ല. അതെ, അതൊക്കെയാണ് ബിസിനസിന്റെ ഏറ്റവും എളുപ്പമുള്ള മാർഗങ്ങൾ. മേടിക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് നല്ല കളറുണ്ട്. ഇത് കുറച്ച് കളർ കുറവുണ്ട് എങ്കിലും ഇത് നമ്മള് പുറത്തൊരു 1 മാസം വരെ നിൽക്കും. ഫ്രീസറിലാണ് 6 മാസം വരെ വെച്ച് ഉപയോഗിക്കുന്നവരുണ്ട്. ഏറ്റവും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ആർക്കും ചെയ്യാം. നമ്മൾ മെഷീൻ ഉണ്ടെങ്കിൽ ചെയ്യാം, മെഷീൻ ഇല്ലാതെയും ചെയ്യാം. അപ്പൊ ഇത് വീട്ടിൽ നിന്ന് വിദേശത്തേക്ക് അതിന്റെ ആദ്യത്തെ പ്രൊഡക്റ്റ് ആണിത്. അപ്പൊ ഇനി ഒരുപാട് പ്രൊഡക്റ്റുകളുമായിട്ട് നമ്മൾ വരുവാണ്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.